ഹലോ മൈ ഗായ്സ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നാട്ടിലെത്തി. പ്രത്യേക സാഹചര്യം വേറൊന്നല്ല, ഉമ്മാനെ ഫുഡ് കഴിക്കാറും അങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് അങ്ങനെ പിന്നെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ ആ ചോദ്യം ചോദിച്ചത്, മോനെ കോളേജൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലല്ലോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് ഇരിക്കുമ്പോഴാണ് പെങ്ങൾ വിളിക്കുന്നത്, സ്ഥലം വരെ പോകാണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കുളിച്ച് മാറ്റി വണ്ടി എടുത്ത് ഓളെ വീട്ടിൽ വിട്ട്. പിന്നെ അവളെന്തായാലും ഇറങ്ങിക്കില്ല, നമുക്ക് 100% ഉറപ്പാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ എത്തണല്ലോ, അതല്ല അതിൻ്റെ ഒരു മര്യാദ. നോക്കുമ്പോൾ പറഞ്ഞ ശരിയാണ്, അവൾ ഇത്ര സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കില്ല. അങ്ങനെ അവസാനം അത് ഇറങ്ങി വന്നോക്കുമ്പോൾ എന്താ മുഖത്ത് ഫുള്ള് പൊട്ടി ഇട്ടിട്ടാണ് വരുന്നത് ചെയ്യുന്നത്. ക്യാമറ ഓൺ ആക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വണ്ടി കയറ്റി നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇതാണ് താത്തന 2 എക്സ്പെരിമെന്റ്. അങ്ങനെ പിന്നെ അവിടെ എത്തി നമ്മളെ ഡ്യൂട്ടി തുടങ്ങി. എന്തെന്ന് മോനോക്കല്, ചെറിയ മക്കളെ നോക്കല്, ഈ ചെറിയ മോന്റെ ഡ്യൂട്ടി ആയിപ്പോയില്ലേ, എന്താക്കാനാ. അങ്ങനെ അവർ കടയിനുള്ളിൽ, നമ്മൾ കാറിന്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം ഒരു തിരിച്ചെത്തി. ഞാൻ കരുതി ഇത് ഇവിടെയോട് നിർത്തി, പക്ഷെ പിന്നെ മനസ്സിലായി ഇത് ഉത്രാട പച്ചലാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ അവിടുന്ന് സദ്യക്കുള്ള ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഇലയിലൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, പായസവും വന്നു, വയറും നിറഞ്ഞു. ചക്കൻ പിന്നെ കുറച്ച് പരിഷ്കാരിയായതുകൊണ്ട് നോൺ വെജേ കഴിക്കാറുള്ളൂ. അവിടെ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു വണ്ടി പുറത്ത് കണ്ട്. പിന്നെ നോക്കിയില്ല, ഓനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത്. പിന്നെ കുറച്ച് ഫോട്ടോസ് എനിക്ക് ഞാനല്ലേ ഉള്ളൂ. പിന്നെ ഓനെയും കൂട്ടി നമ്മൾ നെസ്റ്റോ കയറിയ പിന്നെ ഓൻ്റെ സ്ഥലം മണത്തറങ്ങ് എത്തിക്കോളും. പിന്നെ ഇതൊക്കെ വാങ്ങിത്തരാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ലഞ്ചിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വൈക്ക് പോയിക്കില്ല. കാലക്കേടിന് ഒരു ബൂമർ വാങ്ങിക്കൊടുത്ത്, അത് വെതുങ്ങിയിട്ടുള്ള പൊലിവാണ് ഈ കാണുന്നത്. എന്നാലും ചെക്കൻ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയേ തോന്നി ഇതൊന്നും കഴിയുന്ന സാധനമല്ല. റിമോട്ട് കാറിന്റെ വെഹിക്കിൾ റിമോട്ട് മുടിച്ച് നടക്കുന്ന പോലെ ഞാനും ഓൻ ആ സ്റ്റുഡിയോ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ട് ചുറ്റി നടന്ന്. പിന്നെ അവിടെ എത്തിയല്ലേ, എന്തായാലും അവിടെ 2 ടീഷർട്ട് ഷർട്ടൊക്കെ ഇട്ട് നോക്കി കുറച്ച് പൊലിവും കാണിച്ചു അവിടെ നിന്ന്. എന്നിട്ട് ഈന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിക്കില്ല. ഇനി എനിക്ക് മനസ്സിലായി, ഒരു 5 മിനിറ്റ് കൂടെ കിട്ടിക്കേണ്ട അടുത്ത് എല്ലാ ഡ്രസ്സും ഇട്ടേക്കുന്നു. അങ്ങനെ കയ്യോടെ കൂട്ടി പുറത്തേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ നമ്മൾ നേരെ കാർ കയറി നേരെ വീട്ടിൽ വിട്ട്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.